ലെക്ചർ സീരീസിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ മൊഡ്യൂൾ 5 നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ആദ്യത്തെ 4 മൊഡ്യൂളുകൾ, ക്യാഡിൻ്റെ ആദ്യത്തെ 4 മൊഡ്യൂളുകൾ ശരിക്കും ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. ഡിസൈൻ്റെ ജിയോമെട്രിക് മോഡലിംഗ് എന്ന് പറയുന്ന ഭാഗമാണ് ആദ്യത്തെ 4 മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത്. ജിയോമെട്രിക് മോഡലിംഗ്, അതായത് ഡിസൈൻ പ്രൊസീജിയർ എന്ന് വെച്ചാൽ എന്താണ്? റെക്കഗ്നിഷൻ ഓഫ് നീഡ്, പ്രോബ്ലം ഡെഫിനിഷൻ, സിന്തസിസ്, അനാലിസിസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ, ഇവാലുവേഷൻ, പ്രസൻറ്റേഷൻ. ഇതിൽ ക്യാഡിൻ്റെ ഭാഗം വരുന്ന ഏത് ഭാഗത്താണ്? ക്യാഡ് എന്ന് പറയുന്നത് ജിയോമെട്രിക് മോഡലിംഗ് ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് എഞ്ചിനീയറിംഗ് അനാലിസിസ്, ദെൻ ഡിസൈൻ റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ, ഓട്ടോമേറ്റഡ് ഡ്രാഫ്റ്റിംഗ്. ഈ ജിയോമെട്രിക് മോഡലിംഗ് എന്ന് പറയുന്ന ഭാഗം വരെയാണ് ശരിക്കും 4 മൊഡ്യൂളുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് എന്ത്? എഞ്ചിനീയറിംഗ് അനാലിസിസ്. സോ എഞ്ചിനീയറിംഗ് അനാലിസിസ് എന്താണ്? അതിൽ എന്തുകൊണ്ടാണ് നമ്മൾ ക്യാഡിൽ എന്താണ് എഞ്ചിനീയറിംഗ് അനാലിസിസ് പഠിക്കുന്നത്? എന്താണ് കമ്പ്യൂട്ടേഴ്സ് എഞ്ചിനീയറിംഗ്, എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് എഞ്ചിനീയറിംഗ് അനാലിസിസിൽ ഉപയോഗിക്കുന്നത്? അതൊക്കെയാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ 5ഉം 6ഉം ശരിക്കും എഞ്ചിനീയറിംഗ് അനാലിസിസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എഞ്ചിനീയറിംഗ് അനാലിസിസ് എന്ന് ഞാൻ പറയാം. എഞ്ചിനീയറിംഗ് അനാലിസിസ് എന്ന് വെച്ചാൽ നമ്മളൊരു കമ്പോണൻ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ അതിൽ അതിൽ വരുന്ന ഫോഴ്സസ്, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ട്രെസ്സസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, കൂടാതെ ക്രിട്ടിക്കൽ ലോഡ്സ്, നാച്ചുറൽ ഫ്രീക്വൻസീസ്, വൈബ്രേഷൻസ് എക്സെട്ര, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ റിയൽ ടൈമിൽ ഒരു കമ്പോണൻ്റ് ഡിസൈൻ ചെയ്ത ശേഷം ഉപയോഗിക്കുമ്പോൾ വരുന്ന കുറച്ച് ഫാക്ടേഴ്സ്, അതെങ്ങനെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അനലൈസ് ചെയ്യാം. അതാണ് എഞ്ചിനീയറിംഗ് അനാലിസിസിൽ പഠിക്കുന്നത്. സോ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ കാറിൻ്റെ ക്രാഷ് ടെസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. കാറിൻ്റെ ക്രാഷ് ടെസ്റ്റ് എങ്ങനെയാണ് നടത്തുന്നത്? ഒരു കാറ് നമ്മൾ മാനുഫാക്ചർ ചെയ്യും, എന്നിട്ട് ഒരു സെർട്ടൻ കണ്ടീഷൻസ് വെച്ചിട്ട് അതൊരു ഒബ്ജക്റ്റിൽ കൊണ്ടുപോയി ഇടിപ്പിക്കും. അപ്പോൾ അതിൽ വരുന്ന ഫ്രാക്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. കൂടാതെ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ആളുകളുടെ ഒരു ഡമ്മി വെച്ചിട്ടുണ്ടാവും, അതിലും വരുന്ന ഇമ്പാക്റ്റ്, പിന്നെ കൂടാതെ അതിൻ്റെ പാർട്സിൻ്റെ എയർ ബാഗ് തുടങ്ങിയ പാർട്സ് അതിനനുസരിച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രാഷ് ടെസ്റ്റിൽ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ചെയ്യുന്നത് എക്സ്പെരിമെൻ്റൽ അനാലിസിസ് ആണ്. എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ് വഴിയാണ് ശരിക്കും ചെയ്യുന്നത്. അതെന്താണ് ചെയ്യുന്നത്? ഒരു കാറ് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി കാർ ഉണ്ടാക്കിയെടുക്കുന്നു, ദെൻ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ് എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്കെന്താണ്, ആ കാർ ആദ്യം ഒരു പ്രോട്ടോടൈപ്പ്, കാറാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കാറിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയെടുക്കണം. ദെൻ നമ്മൾ ആ കാറിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ എന്ത് വേണം? മാൻ പവർ വേണം, മണി വേണം, മെറ്റീരിയൽസ് വേണം, പിന്നെ ഓൾസോ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് വേണം? എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ഇത് എങ്ങനെ അവോയ്ഡ് ചെയ്ത് നമുക്കത് ടെസ്റ്റ് നടത്താം? അങ്ങനെ ഒരു ഐഡിയയിൽ നിന്നുണ്ടായ ഭാഗമാണ് എന്ത്? എഞ്ചിനീയറിംഗ് അനാലിസിസ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. ഓൾസോ വി ആർ യൂസിങ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഓൾസോ വി ആർ യൂസിങ് ടു സോൾവ് ദി എഞ്ചിനീയറിംഗ് അനാലിസിസ്. സോ ശരിക്കും ഈ എഞ്ചിനീയറിംഗ് അനാലിസിസിനെ നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മെത്തേഡ്സ് ഓഫ് എഞ്ചിനീയറിംഗ് അനാലിസിസ്, ദർ ആർ 3 ഡിഫറെൻറ്റ് അപ്രോച്ച്. സ്ക്രീനിൽ നിങ്ങൾ നോക്കി അറിയാം, ഞാൻ പോയിന്റർ വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ experimental methods, second one analytical methods, and third one it is numerical methods or approximate method. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിലാണ് ഞാനിപ്പോൾ പറഞ്ഞ എന്താണ്? ക്രാഷ് ടെസ്റ്റ്, കാറിൻ്റെ ഒരു ക്രാഷ് ടെസ്റ്റ് ഒക്കെ വരുന്നത് എന്തിനാണ്? ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ്, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സിലാണ്. അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ്? അതിൽ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണം, ദെൻ പ്രോട്ടോടൈപ്പിന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം, അതിനെന്ത് വേണം? മാൻ പവർ വേണം, മെറ്റീരിയൽ വേണം, ടൈം വേണം, ടൈം ഓൾസോ ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി. ഇത്ര എന്താണ് ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സിന് നമ്മൾ ആവശ്യമാണ്. നെക്സ്റ്റ് ടൈപ്പാണ് അനലിറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. ഓക്കെ, ഇനി എന്താണ് അനലിറ്റിക്കൽ മെത്തേഡും ന്യൂമറിക്കൽ മെത്തേഡും?
അപ്പോൾ എന്താണ് അനലിറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ്? അതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അതിന് നമ്മുടെ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യും, എന്നിട്ട് അത് സോൾവ് ചെയ്യും. ഇതിന് പറയുന്ന വേറെ പേരാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. അതായത് ഇൻ ദിസ് മെത്തേഡ് പ്രോബ്ലംസ് ആർ എക്സ്പ്രസ്ഡ് ബൈ മാത്തമാറ്റിക്കൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. It gives quick and closed form solutions. It is used only for simple geometries and idealized support and loading conditions. അതായത് കുറച്ച് അത്ര കോംപ്ലിക്കേറ്റഡ് ആയ ഷേപ്പിനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സപ്പോർട്ട്സിനും, അതായത് ലോഡിംഗ് കണ്ടീഷനും മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ ക്രാഷ് ടെസ്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഒരു മെഷീൻ്റെ ഒരു ബ്രിഡ്ജിൻ്റെ ഫ്രാക്ചർ അനാലിസിസ്, വെഹിക്കിൾസ് പോകുമ്പോഴുള്ള ഫ്രാക്ചർ അനാലിസിസ് എന്ന് പറയുന്നതൊക്കെ എന്താണ്, കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് വരുന്നതാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ അനലിറ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വരുന്ന നെക്സ്റ്റ് മെത്തേഡ് എന്ത്, ന്യൂമറിക്കൽ മെത്തേഡ്സ്. ന്യൂമറിക്കൽ മെത്തേഡ്സ് മെയിൻലി യൂസ്ഡ് ഫോർ കോംപ്ലക്സ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആൻഡ് ബൗണ്ടറി കണ്ടീഷൻ പ്രോബ്ലംസ്. ഈ ന്യൂമറിക്കൽ മെത്തേഡ്സ് മെയിനായിട്ട് നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ന്യൂമറിക്കൽ മെത്തേഡ്സിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫങ്ഷണൽ അപ്രോക്സിമേഷൻ, ഫൈനൈറ്റ് ഡിഫറൻഷ്യൽ മെത്തേഡ് ആൻഡ് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് ഓർ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ്. ഈ ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് ഓർ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് ആണ് മെയിനായിട്ട് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫങ്ഷണൽ അപ്രോക്സിമേഷൻ എന്ന് വെച്ചാൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് മെത്തേഡാണ് അതിനകത്ത് വരുന്നത്. റൈലി റിഡ്സ് മെത്തേഡും ഗലർകിൻ മെത്തേഡും. ഇതൊന്നുമില്ല, നമുക്ക് ആ റിയൽ ടൈം സിറ്റുവേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2-3 ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക, അതൊക്കെ തന്നെയുള്ളൂ. പക്ഷേ ഇത് മെയിൻലി യൂസ് ഫോർ കോംപ്ലക്സ് സ്ട്രക്ചറൽ പ്രോബ്ലംസ്. കോംപ്ലക്സ് സ്ട്രക്ചറൽ പ്രോബ്ലംസിന് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഫങ്ഷണൽ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് ഫൈനൈറ്റ് ഡിഫറൻഷ്യൽ മെത്തേഡ്. ഫൈനൈറ്റ് ഡിഫറൻഷ്യൽ മെത്തേഡ് എന്ന് വെച്ചാൽ സെയിം പോലെ, അതായത് നമ്മൾ ആ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഹീറ്റ് ട്രാൻസ്ഫർ, ഫ്ലൂയിഡ് മെക്കാനിക്സ് പ്രോബ്ലംസിനാണ്, ആൻഡ് ഓൾസോ സ്ട്രക്ചറൽ മെക്കാനിക്സ് പ്രോബ്ലംസിന് യൂസ് ചെയ്യും. ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കും, എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും, എന്നിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യും. ഇതാണ് ഫൈനൈറ്റ് ഡിഫറൻഷ്യൽ മെത്തേഡ്. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്ന മെത്തേഡാണ് എന്ത്, ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ്. ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്കൊരു സ്ട്രക്ചർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈനിനെ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന എന്താണ്, ഒരു ഗിയർ ടീത്ത് ആണ്, ഗിയറിന്റെ ടീത്ത്. എൻ്റെ ഇടയിൽ ഇതേക്കുന്ന വായിച്ചു നോക്കുക, ഫൈനൈറ്റ് എലമെന്റ് ഡിസ്ക്രിറ്റൈസേഷൻ ഓഫ് സ്പർ ഗിയർ ടീത്ത്. ഈ ഗിയർ ടീത്തിനെ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നുണ്ടോ, ഒരു കുറെ റെക്ടാങ്കിൾസ് ഫോമിൽ, റെക്ടാങ്കിൾ ഫോം അല്ലെങ്കിൽ ട്രയാങ്കിൾ ഫോം, അങ്ങനെ പല ടൈപ്പ് ഫോമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓരോ എലമെന്റിനും പറയുന്ന പേരാണ് എന്ത്, ഫൈനൈറ്റ് എലമെന്റ്. എന്നിട്ട് ഇതിന്റെ ജോയിൻ ചെയ്യുന്ന ഓരോ ജംഗ്ഷന് പറയുന്ന പേരാണ് എന്ത്, നോട്ട്സ് ഓർ നോഡൽ പോയിന്റ്സ്. ഇത് ഓർത്തിരിക്കുക. നമ്മൾ ഒരു ഡിസൈൻ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസിൽ നമ്മൾ ഏത് കമ്പോണന്റിന്റെ അനാലിസിസ് ആണ് ചെയ്യുന്നത്, ആ കമ്പോണന്റിനെ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസിൽ ഏത് കമ്പോണന്റ് ആണോ അനാലിസിസ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഡിസൈൻ ചെയ്തു, എന്നിട്ട് ആ കമ്പോണന്റ്, ഇപ്പോൾ ഒരു ഗിയർ ടീത്ത് ആണെങ്കിൽ ഗിയർ ടീത്ത് നമ്മൾ എന്ത് ചെയ്തു, ഡിസൈൻ ചെയ്തു, എന്നിട്ട് ഇതിനെ നമ്മൾ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഫൈനൈറ്റ് എലമെന്റ് എന്നാണ് അതിന് പറയുക. ഓരോ എലമെന്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, എന്നിട്ട് അത് ജോയിൻ ചെയ്യുന്ന ജംഗ്ഷന് നമ്മൾ പറയുന്ന പേരാണ് നോട്ട്സ്. ഓക്കെ, അപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്ത ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസിൽ ഈ ഗിയർ ടീത്ത് അല്ലെങ്കിൽ കമ്പോണന്റിനെ സ്പ്ലിറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. മെയിനായിട്ട് ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് 2 ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്, സ്ട്രക്ചറൽ പ്രോബ്ലംസും നോൺ സ്ട്രക്ചറൽ പ്രോബ്ലംസും. നമുക്ക് നമ്മുടെ സബ്ജക്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ സ്ട്രക്ചറൽ പ്രോബ്ലംസ് മാത്രം പഠിച്ചാൽ മതി.
നോൺ സ്ട്രക്ചറൽ പ്രോബ്ലംസ് വെച്ചാൽ മെയിനായിട്ട് ഇത് കണ്ടെയ്ൻ ചെയ്യുന്നത് ടെമ്പറേച്ചർ, ഫ്ലൂയിഡ്, പ്രഷർ, അതും അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഹീറ്റ് ഫ്ലോ, ഫ്ലൂയിഡ് ഫ്ലോ എക്സെട്ര, ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നോൺ സ്ട്രക്ചറൽ പ്രോബ്ലംസിൽ വരുന്നത്. സ്ട്രക്ചറൽ പ്രോബ്ലംസിൽ നമ്മൾ ഫോഴ്സ്, സ്ട്രെസ്, ലോഡ്, വൈബ്രേഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് സ്ട്രക്ചറൽ പ്രോബ്ലംസിൽ വരുന്നത്. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വാട്ട് ഈസ് ദ ഡിസൈൻ സ്റ്റെപ്സ് ഇൻ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ്? ഇതാണ് മെയിനായിട്ട് വരുന്ന സ്റ്റെപ്സ്. ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് ഓർ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്? പ്രീ പ്രോസസ്സിംഗ്, അനാലിസിസ് ആൻഡ് പോസ്റ്റ് പ്രോസസ്സിംഗ്. പ്രീ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ നമ്മൾ തന്നിരിക്കുന്ന കമ്പോണന്റിനെ ഡിസ്ക്രീറ്റൈസ് ചെയ്യുക ആൻഡ് നമ്പർ ചെയ്യുക. ഡിസ്ക്രീറ്റൈസ് എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കേസ് എന്താണ്, ഈ ഗിയറാണ്, ഈ ഗിയറിനെ ഡിസ്ക്രീറ്റൈസ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, അതാണ് ഡിസ്ക്രീറ്റൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഓരോ എലമെന്റിനെയും നമ്പേഴ്സ് ചെയ്യുക. നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഈ ഓരോ എലമെന്റിനും നമ്പർ കൊടുക്കുക, കൂടാതെ ഈ നോഡിനും നമ്പർ കൊടുക്കുക. അതാണ് എന്ത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ വരുന്നത് പ്രീ പ്രോസസ്സിംഗിൽ. ദെൻ അനാലിസിസ് ആണ്. അനാലിസിസിൽ വരുന്നത് എന്താണ്, ഇതിൻ്റെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഫങ്ഷൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി ഫങ്ഷൻസ്. അതിന് പറയുന്ന പേരാണ് ഫീൽഡ് വേരിയബിൾ എന്നാണ് മെയിനായിട്ട് അതിന് പറയുക. ഫീൽഡ് വേരിയബിൾസ് എന്നാണ് അതിന് പറയുക. ഫീൽഡ് വേരിയബിൾസ് സെലക്ട് ചെയ്യുക. ദെൻ മെറ്റീരിയൽ ബിഹേവിയർ സെലക്ട് ചെയ്യുക. ദെൻ അതിൻ്റെ മെട്രിക്സ് ഡെവലപ്പ് ചെയ്യുക. ദെൻ സോൾവ് ചെയ്യുക. ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്യുക. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇന്ന് ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഡിസ്ക്രിറ്റൈസേഷൻ ആൻഡ് എന്താണ് നമ്പറിംഗ് ഓഫ് നോഡ്സ് ആൻഡ് എലമെന്റ്സ്. ഓക്കെ.